ഒരു ലിച്ചി വ്യാപാരി തന്റെ സർക്കാർ കരാർ പരിശോധിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. കരാറിലെ ഒരു വാക്കിന് മുകളിൽ മറ്റൊരു വാക്ക് ഒട്ടിച്ചുവെച്ച് അത് തിരുത്തിയിരിക്കുകയായിരുന്നു. ഉണങ്ങിയ ലിച്ചിപ്പഴം എന്നതിന് പകരം ഫ്രഷ് ആയ ലിച്ചിപ്പഴം എത്തിക്കണം എന്നാക്കി മാറ്റിയതായിരുന്നു അത്. തന്റെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷത്തിന് ഫ്രഷ് ലിച്ചിപ്പഴം വേണമെന്ന രാജാവിന്റെ ആഗ്രഹം നിറവേറ്റാനാണ് ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. എന്നാൽ ലിച്ചിപ്പഴങ്ങൾ വിളവെടുത്ത് 3 ദിവസത്തിനുള്ളിൽ കേടാകുമെന്നിരിക്കെ നൂറുകണക്കിന് മൈലുകൾക്കപ്പുറമുള്ള കൃഷിയിടത്തിൽ നിന്നും 15 ദിവസം യാത്ര ചെയ്ത് കൊട്ടാരത്തിൽ ഇവ എത്തിക്കുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. ഈ ചതി മനസ്സിലാക്കിയ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് സംസാരിച്ചെങ്കിലും കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് ഇത് പൂർത്തിയാക്കിയില്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ തൂക്കിലേറ്റുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. തന്റെ കുടുംബത്തെ രക്ഷിക്കാനായി അദ്ദേഹം ലിച്ചിപ്പഴങ്ങൾ ഉപ്പുവെള്ളത്തിൽ കഴുകി ജാറുകളിലാക്കി സീൽ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ പകുതി ദൂരം എത്തുമ്പോഴേക്കും പഴങ്ങൾ കേടാകാൻ തുടങ്ങുന്നു. തുടർന്ന് ലിച്ചി മരങ്ങളെ തന്നെ നേരിട്ട് കൊണ്ടുപോകാമെന്ന പുതിയൊരു ബുദ്ധി അദ്ദേഹം കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതികൾ വിജയിക്കുമെന്ന് ഭയന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നതാണ് ഇതിലെ പ്രധാന ഭാഗം.